ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാലേ ഇവിടെ മൂന്നാൾ നിൽക്കുന്നുണ്ട്. ഇത് മൂന്ന് വില്ലന്മാരാട്ടോ. ഇവരൊന്ന് പരിചയപ്പെടുത്തി തരാം. ഇത് അൻഷീദ്, നിങ്ങളെ പേര് നിഹാൽ, അലീം. ഞങ്ങൾ 1-2 വർഷമായിട്ട് ഇങ്ങനെ ചർച്ച ചെയ്ത് ഒരു സംരംഭത്തിന്റെ ബാക്കിലായിരുന്നു. അങ്ങനെ ആ സംരംഭം നമ്മൾ ഔദ്യോഗികമായിട്ട് ലോഞ്ച് ചെയ്യാണ്. വർക്കിംഗ് തുടങ്ങിയിട്ട് ഇപ്പോൾ 5-6 മാസമായി. എന്നിട്ടും ഞങ്ങൾ ലോഞ്ച് ചെയ്തില്ല. അതിൻ്റെ കാരണങ്ങൾ പറഞ്ഞുതരാം. ഇതെന്താണ് സംഭവം, ഇത് എന്തുകൊണ്ടാണ്, നിങ്ങൾക്ക് എങ്ങനെ ഉപകാരപ്പെടും, നമുക്ക് എങ്ങനെ ഉപകാരപ്പെടും, ഭാവിയിൽ എങ്ങനെ ഉപകാരപ്പെടും എന്നൊക്കെ പറഞ്ഞുതരാം. ഇത് ശരിക്കും ഞങ്ങള് ഹൈ സെറ്റപ്പിൽ വമ്പം പ്രോഗ്രാം വെച്ചിട്ട് ലോഞ്ച് ചെയ്യാൻ തീരുമാനിച്ചതാണ്. പക്ഷെ അൻഷീദ് പറഞ്ഞു അത് നമ്മളെ നെക്സ്റ്റ് അപ്ഡേഷൻ അല്ലേ, അതിൽ നമുക്ക് അങ്ങനെ പരിപാടി ആക്കാം. ഇതിപ്പോ ഇങ്ങനെ ലോഞ്ച് ചെയ്തിട്ട് എല്ലാവരും യൂസ് ചെയ്ത് തുടങ്ങട്ടെ എന്നൊക്കെ പറഞ്ഞു അല്ലേ. അപ്പൊ ഒന്നുമില്ല, സഫാരി കാർസിന് സ്വന്തമായിട്ടൊരു ആപ്പ് ലോഞ്ച് ചെയ്യാൻ പോവാണ്. അത് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ഒക്കെ ലഭ്യമാണ്. ആപ്പ് നമുക്ക് എന്ന് മുതലുണ്ട്? ഒരു 5 മാസം മുന്നേത്തോളം. അല്ല, ഈ ആപ്പ് അതിന്റെ മുന്നേ ഞങ്ങൾക്ക് 2-3 വർഷം മുന്നേ തന്നെ സഫാരി കാർസിന് ആപ്പ് ഉണ്ട്. ആപ്പും വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അന്ന് ഞങ്ങൾ ആപ്പ് ക്രിയേറ്റ് ചെയ്തത് അപ്പത്തെ നമ്മളെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് നമ്മളൊരു സുഹൃത്ത് അടിപൊളിയായിട്ട് ഞങ്ങൾക്ക് സെറ്റ് ചെയ്തു തന്നു. അന്ന് അദ്ദേഹം എന്നോട് വന്നിട്ട് പറഞ്ഞു 1 ലക്ഷം രൂപക്ക് ആപ്പ് ഉണ്ടാക്കാം, 2 ലക്ഷം രൂപക്ക് ആപ്പ് ഉണ്ടാക്കാം, 5 ലക്ഷത്തിന് ഉണ്ടാക്കാം, 50 ലക്ഷത്തിനും ഉണ്ടാക്കാം, 1 കോടിക്കും ഉണ്ടാക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് 1 ലക്ഷത്തിന്റെ ആപ്പ്. അപ്പൊ അദ്ദേഹത്തിന് എല്ലാ കപ്പാസിറ്റി ഉണ്ട്. പക്ഷെ അദ്ദേഹത്തിനോട് ഞാൻ ആവശ്യപ്പെട്ട പ്രകാരം അദ്ദേഹം എനിക്കൊരു ആപ്പ് നിർമ്മിച്ച് നൽകി. അത് ഞങ്ങൾ ഉപയോഗിച്ച് നോക്കി. ആ നിൽക്കുന്ന സമയത്താണ് ഇവര് ഇനീഷ്യേറ്റീവ് എടുത്ത് നമ്മൾ വന്ന് പരിചയപ്പെട്ട് അല്ലേ. ഞങ്ങൾ ഒരുപാട് ചർച്ചകൾക്ക് ശേഷം നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് വരുന്ന ഒരു അടിപൊളി ആപ്പ് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തന്നു, ഒരു അപ്ഡേഷൻ കൊണ്ടുവന്നു. ഇതിൽ ഒരുപാട് സെറ്റപ്പ് ഉണ്ട്, ചെറിയ സെറ്റപ്പ് അല്ല അല്ലേ, ഒരുപാട് സെറ്റപ്പ് ഉണ്ട്. അത്യാവശ്യം ഫീച്ചേഴ്സിലൊക്കെ സഫാരി കാർസിന്റെ ഒരു ആപ്പ് ഇപ്പം ഞങ്ങൾ ഔദ്യോഗികമായിട്ട് ലോഞ്ച് ചെയ്യാണ്. ഇപ്പൊ തന്നെ ഏകദേശം 5000-6000 ആൾക്കാർ അത് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഇതെന്തായാലും എൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാല് എല്ലാവരും കൊണ്ടും ഡൗൺലോഡ് ചെയ്ത് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു ആപ്പാക്കി നമ്മൾ മാറ്റണം. നമ്മുടെ സ്ഥാപനം പോലെ തന്നെ ഈ ആപ്പും ജനങ്ങൾക്ക് ഉപകാരപ്പെടണം. ഇപ്പൊ നിലവില് ഇതിലുള്ള അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പിന്നെ അൻഷീദ് നിങ്ങളെ പരിചയപ്പെടുത്തും. അതായത് സഫാരി കാർസിന്റെ ആപ്പ് ഇതാ. ഇതിലിപ്പോ എന്തൊക്കെ പ്ലാറ്റ്ഫോമാണ് ഉള്ളത്? അപ്പൊ അത് നമ്മളെ ആപ്ലിക്കേഷനിൽ മെയിൻലി ഫോക്കസ് ചെയ്തിട്ടുള്ളത് നമ്മൾ ഇവിടുത്തെ ലിസ്റ്റ് ചെയ്ത് അഥവാ കാസുകൾ ന്യൂ ആയിട്ട് വന്ന കാസുകളെല്ലാം നമുക്ക് എന്താണ് ഇതിന്റെ പ്രൈസിങ്, അതിന്റെ ഡീറ്റെയിൽസ്, എവറി ഡീറ്റെയിൽസും നമ്മൾ എന്താണ് ഇത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. എനി ടൈം നമുക്ക് ഇത് ആക്സസ് ചെയ്യാൻ പറ്റും. അത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇവിടേക്ക് ഒരു കോൾ ചെയ്യാതെ തന്നെ ഇപ്പൊ 24 hours നമുക്ക് ഇവിടെ വരുന്ന ന്യൂ ലോഞ്ച് ചെയ്ത കാസുകളാണെങ്കിലും എല്ലാ ഡീറ്റെയിൽസും പ്രൈസ് ഉൾപ്പെടെ ഏതൊക്കെ ഇയേഴ്സ് ആണ് ബാക്കിയുള്ള എല്ലാ ഡീറ്റെയിൽസും ഉൾപ്പെടെ നമുക്ക് കിട്ടും. അതിന് ഇനി കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ന്യൂ ലോഞ്ച് ചെയ്തിട്ട് എല്ലാതും അതിൽ തന്നെ അവൈലബിൾ ആണ്. ഇനി കാറ്റഗറി ബേസ്ഡ് ആയിട്ട് വേണമെങ്കിൽ കാണിക്കാം, ബ്രാഞ്ച് ബേസ്ഡ് ആക്കിയിട്ട് നമുക്ക് കാണിക്കാൻ പറ്റും. ലോഗോ വെച്ചിട്ട് നിങ്ങൾക്ക് സെർച്ച് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ അപ്പൊ ഞാൻ നോക്കുമ്പോൾ നമ്മളിപ്പോൾ ഉദാഹരണത്തിന് ഈ ODQ ആയിട്ട് ഇതിന്റെ എല്ലാ ഡീറ്റെയിൽസും കൂടെ കൊടുത്തിട്ടുണ്ട്. നേരെ വാട്സപ്പ് വെക്കുക, വാട്സപ്പ് കോള് വെക്കുക, കോള് പോകും. ഇതിൽ ഇനി ഒരു അപ്ഡേഷൻ വരുന്നുണ്ട്. ഈ വണ്ടി നിങ്ങളുടെ വീട്ടില് കാർ പോർച്ചിൽ വെച്ചാൽ എങ്ങനെ ഉണ്ടാവും ലുക്ക് അല്ലേ? നിങ്ങളെ വീടിന്റെ 3D വെച്ചിട്ട് നമുക്ക് നെക്സ്റ്റ് അതൊക്കെ ചെറിയ അപ്ഡേഷൻ, വലിയ അപ്ഡേഷൻ ഉണ്ട്. അത് നമ്മളിപ്പോ പറയണോ? പറയാം, അല്ലെങ്കിൽ അടുത്താക്കാം അല്ലേ. അപ്പൊ പിന്നെ വേറൊരു സെറ്റപ്പ് എന്താ വെച്ചാല് ഇതില് നിങ്ങൾക്ക് നിങ്ങളെ വണ്ടി വിൽക്കാൻ പറ്റും അല്ലേ. അതായത് ഈ പ്ലാറ്റ്ഫോമിൽ കയറുമ്പോൾ തന്നെ സഫാരി കാർസ്, സഫാരി ആക്സസറീസ് എന്നുള്ള 2 ഏരിയ നിങ്ങൾക്ക് കാണാൻ പറ്റും. സഫാരി കാർസിൽ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സഫാരി കാർസിന്റെ സംഭവങ്ങളാണ് കാണുക. ഇതിൽ സെൽ നൗല് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വണ്ടിയുടെ ഫോട്ടോ, വീഡിയോ, ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ആഡ് ചെയ്തിട്ട് നിങ്ങൾ ഇവിടെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ വണ്ടി വിൽക്കാൻ ഇതിൻ്റെ ഡാറ്റ നിങ്ങൾക്ക് ഇവിടെ കിട്ടും, സഫാരി കാർസിൽ കിട്ടും. അപ്പോൾ നമുക്കത് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണെങ്കിൽ നമ്മൾ പർച്ചേസ് ചെയ്യും. നിങ്ങൾക്ക് സെല്ല് ചെയ്ത് തരാൻ പറ്റുന്ന വണ്ടിയാണെങ്കിൽ നമ്മൾ സെല്ല് ചെയ്ത് തരും. തീർച്ചയായിട്ടും ഇത് ശരിക്ക് ഞങ്ങളിവിടെ അപ്രൂവൽ കൊടുത്താൽ ഈ പ്ലാറ്റ്ഫോമിൽ നിങ്ങളെ വണ്ടി ജനങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പൊ നമ്മളത് പബ്ലിക്കിന് കൊടുക്കണില്ല, നമ്മളൊരു അപ്ഡേഷൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കാം. ഇതാണോ ഇപ്പൊ ഇവിടെ നമുക്ക് ഇവിടെ ബെൻസ് എന്ന് സെർച്ച് ചെയ്താൽ നമ്മളത്തെ സ്റ്റോക്കിലെ ബെൻസുകൾ വണ്ടികളൊക്കെ ഇതാവണം ഇതേപോലെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. പിന്നെ അതേപോലെ വേറൊരു അപ്ഡേഷൻ ഇതിലുള്ള എന്താ വെച്ചാൽ ലേറ്റസ്റ്റ് ഫീഡ്സ് അല്ലേ, ഓട്ടോമൊബൈൽ രംഗത്ത് നടക്കുന്ന ലേറ്റസ്റ്റ് ന്യൂസുകൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്യും. അതേപോലെ തന്നെ ഗെറ്റ് RTO എന്നുള്ള ഇതിൽ പോയി കഴിഞ്ഞാൽ കേരളത്തിലെ എല്ലാ RTOന്റെ ഡീറ്റെയിൽസും ഇതിലുണ്ട്. അതേപോലെ ഫൈൻഡ് യുവർ വെഹിക്കിൾ എന്നുള്ള ഡീറ്റെയിൽസിൽ പോയി കഴിഞ്ഞാൽ ഇത് പരിവാഹനുമായിട്ട് കണക്ട് ആണ്. നേരെ നമ്മൾ ആപ്പ് കയറി തന്നെ ഇതൊക്കെ പോവാം അല്ലേ. അതേപോലെ ഇവിടെ കുറെ ലോഗോസ് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് സെർച്ച് ചെയ്യാൻ പറ്റും. പിന്നെ വേറൊരു സെറ്റപ്പ് ഉള്ളതെന്ന് വെച്ചാൽ നമുക്കിനി റീൽ ചെയ്യാൻ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും പോകണ്ട അല്ലേ. നമുക്ക് സ്വന്തമായിട്ട് റീൽ ചെയ്ത്
നമ്മളെ ആപ്പ് തന്നെ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇത് ശരിക്കും ഇനി പബ്ലിക്കിന് കൊടുത്താൽ പബ്ലിക്കിനും റീൽ ചെയ്ത് ഇതിൽ അപ്ലോഡ് ചെയ്യാം അല്ലേ? അതിപ്പോഴല്ല, നമുക്ക് കൊടുക്കാം. ഇതാണ്ടോ, ഇതൊക്കെ നമ്മളെ റീലുകൾ തന്നെയാണ്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഇനി ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമിലും കാണുന്ന റീല് നമ്മളെ സ്വന്തം ആപ്പിലും ഉണ്ടാവും. അതേപോലെ തന്നെ നമുക്ക് നോട്ടിഫിക്കേഷൻ, നമ്മുടെ പ്രൊഫൈല്, കാര്യങ്ങള് എല്ലാം ഇതിലുണ്ട്. കാറ്റഗറൈസ് ചെയ്യാൻ ഇല്ല സെറ്റപ്പ് സൗകര്യങ്ങളൊക്കെ ഇതിലുണ്ട് അല്ലേ? നേരെ മുകളിൽ തന്നെ സഫാരി ആക്സസറീസ് ഉണ്ട്. അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സഫാരി ആക്സസറീസിന്റെ ഡീറ്റെയിൽസ് വരും. ഇതിൽ സഫാരി ബേക്സ് പറഞ്ഞിട്ട് ഇതേപോലെ തന്നെ ഒരു പ്ലാറ്റ്ഫോം ഞങ്ങൾ ഉണ്ടാക്കിയിരുന്നു. അതിപ്പോ ഞങ്ങൾ ഹൈഡ് ചെയ്തതാണ് അല്ലേ? കമ്മിങ് സോൺ ലോഡിങ് സഫാരി ബേക്സ് അല്ലേ? തീർച്ചയായും അതെ. പിന്നെ നമ്മള് പദ്ധതി എന്ന് പറഞ്ഞാല് ഈ പ്ലാറ്റ്ഫോം ശരിക്ക് എല്ലാവർക്കും കയറി വണ്ടി വിൽക്കാനുള്ള ആളുകൾക്ക് അവരുടെ വണ്ടി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ആപ്പ് ഉപയോഗിക്കുന്നവർക്കൊക്കെ ആ വണ്ടി കാണാൻ പറ്റും അല്ലേ? അപ്പൊ അവർക്ക് വണ്ടി സെല് ചെയ്യാൻ പറ്റും. പക്ഷെ അതിന് കുറെ നമ്മുടെ ക്രൈറ്റീരിയകളുണ്ട്. കാരണം നമ്മളെ ആപ്പ് കയറിയിട്ട് ഒരാൾ വണ്ടി വാങ്ങിയിട്ട് ബുദ്ധിമുട്ടാകരുത്. അപ്പൊ നമുക്ക് അത്രയും ട്രസ്റ്റഡ് ആയിട്ടുള്ള വണ്ടി ഇതിൽ ലിസ്റ്റ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാക്കാം. അപ്പൊ നമ്മളെ ഷോറൂമിൽ എങ്ങനെയാണോ നമ്മൾ പാർക്കാൻ സെയിൽ ഉണ്ട്, പർച്ചേസ് ഉണ്ട്, അതേ സൗകര്യം ഇനി ആപ്പിലും വരാൻ പോകുന്നുണ്ട്. അത് നെക്സ്റ്റ് അപ്ഡേഷൻ ആണ്. അതിന് ഞങ്ങൾക്ക് സഫാരി കാർസിന്റെ സർട്ടിഫിക്കേഷന് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ? അത് വലിയൊരു പണിയാണ്. അപ്പൊ അത് ഞങ്ങൾ അതിന്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് ഉടൻ വരും. അപ്പൊ അതൊക്കെ പറഞ്ഞു. അതേപോലെ ആക്സറീസ്, ഞാനൊരു സഫാരി ബൈക്സ് പബ്ലിക്കിന് ഉപയോഗപ്പെടുത്താനുള്ള ഒരു ആപ്പ്. ഇപ്പൊ ഞങ്ങൾ ഇത് ലോഞ്ച് ചെയ്യുന്നത് സഫാരി കാർസിന്റെ പ്രൈവറ്റ് ആപ്പ് ആയിട്ടാണ്. ഇത് അധികം വൈകാതെ പബ്ലിക്കിനുള്ള പ്ലാറ്റ്ഫോമായി മാറും. ഇപ്പൊ ഞങ്ങൾ പ്രൈവറ്റ് ആക്കി ലോഞ്ച് ചെയ്യുന്നത് ഇതിന്റെ എല്ലാ കോംപ്ലിക്കേഷനും തീരാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ തന്നെ ഇതിൽ മുഴുവൻ സ്റ്റോക്ക് കയറിയിട്ടില്ല അല്ലേ? ഒരു 100ഓളം വെഹിക്കിൾസ് ഇപ്പൊ നമ്മളെടുത്തുണ്ട്. അധികം വൈകാതെ നമ്മുടെ ടീം നമ്മളെ മുഴുവൻ വാഹനങ്ങളും ഇതിൽ സ്റ്റോക്ക് ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് പ്രൈസ്, ഡീറ്റെയിൽസ്, കാര്യങ്ങളൊക്കെ ഇതിൽ കാണാൻ പറ്റും. അതായത് ഈ ആപ്പ് ഉണ്ടാക്കാനുള്ള തല കംപ്ലീറ്റ് വർക്ക് ചെയ്തിരിക്കുന്നത് ഇവരതാണ്. ഇവര് ചെറിയ പുള്ളികളല്ല, വലിയ പുള്ളികളാണ്. പറയാനുള്ള കാരണം എന്താണോ, എനിക്ക് വേറൊരു സാധനം അവർ തന്നിട്ടുണ്ട് അല്ലേ? നമ്മളെ ടീം മെമ്പേഴ്സ്, സ്റ്റാഫുകൾ എന്ന് പറയണ്ട, ടീം മെമ്പേഴ്സ്, ഞാനടക്കം. ഞാൻ ഈ ഷോറൂമിൽ കയറി കഴിഞ്ഞാൽ ഒരു ആപ്പ് ഉണ്ട്. ഈ ആപ്പിൽ ഞാൻ സെൽഫി ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റ് 9 മണിക്കാണ് നമ്മളെ ടൈം എന്നുണ്ടെങ്കിൽ 9:01 അയക്കണമെങ്കിൽ അവര് സാലറി കട്ടാണ് അല്ലേ? സാലറി നമുക്ക് കട്ട് ചെയ്താൽ ചിലപ്പോൾ വിഷമാവും. എന്നാലും നമുക്ക് ആലോചിക്കാം, കട്ട് ചെയ്യണം, സിസ്റ്റമാറ്റിക് ആവും. അപ്പൊ 9:01 ഇവരെപ്പോഴാണ് ഇവിടുന്ന് പോണത്, അപ്പൊ സെൽഫി ഇട്ട് പോയി കംപ്ലീറ്റ് സിസ്റ്റം ട്രാക്ക് ചെയ്യും. ഇതിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് അത് എംപ്ലോയീസിന് തന്നെ. കാരണം അവര് പങ്ക്ച്വൽ ആവും, അവരുടെ ലൈഫിൽ പങ്ക്ച്വൽ ആവും, അവരെ എല്ലാത്തിലും ഒരു ലിഫ്റ്റിംഗ് ഉണ്ടാവും. മെന്റലി ആണെങ്കിലും ഫിസിക്കലി എല്ലാ കാര്യത്തിലും ഒരു ഇമ്പ്രൂവ് ആവും. അതാണ് ഇതിൽ ഇതുണ്ടാവും. എക്സാമ്പിൾ ഒരു ലീവ് ടൈമിലൊക്കെ ആണെങ്കിൽ പുറത്ത് പോയി കഴിഞ്ഞാൽ ഒരു ഫംഗ്ഷൻ ഉണ്ട്, ഒരാൾ വിളിച്ചു കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ 1 മണിക്കൂർ ലേറ്റ് ആയിട്ട് ഇറങ്ങുന്ന ആള് ഓൺ ടൈമിൽ ഇറങ്ങുന്ന സിനാരിയോ നമ്മളെ എംപ്ലോയീസ് തന്നെ നമ്മളോട് വന്ന് പറയണ്ടേ, നമ്മളൊന്നുകൂടി ബെറ്റർ ആവുന്നുണ്ട്. ആക്ച്വലി അത് അവർക്കാണ് ആക്ച്വലി നല്ലൊരു ബെനിഫിറ്റ് ഉള്ളത്. അഥവാ നമ്മുടെ എംപ്ലോയർക്ക് ഉണ്ടെങ്കിൽ പോലും എംപ്ലോയീസിനാണ് ഏറ്റവും കൂടുതൽ അതിന്റെ ബെനിഫിറ്റ്സ് ഉണ്ടാവുന്നത്. അത് വേറെ തന്നെ ഒരു പ്ലാറ്റ്ഫോമാണ്, ഈ ആപ്പിലല്ല. ആ ആപ്പ് ഇവരതാണ്. അപ്പൊ നിങ്ങൾ ബിസിനസ്സുകാരനാണ്, ചെറിയ സംരംഭകരായിക്കോട്ടെ, വലിയ സംരംഭകരായിക്കോട്ടെ, നിങ്ങളുടെ കമ്പനികളിലൊക്കെ ഇവരെ ഉപയോഗപ്പെടുത്താൻ പറ്റും. അതായത് അത്തരം സിസ്റ്റങ്ങൾ നിങ്ങൾക്ക് വെബ്സൈറ്റ് വേണമെങ്കിൽ, ഇതേപോലത്തെ ആപ്പ് വേണമെങ്കിൽ അല്ലേ, എല്ലാം നിങ്ങൾക്ക് നിർമ്മിച്ചു തരാൻ പറ്റും. നമ്മളെ പോലത്തെ ആപ്പ് ഞാൻ ഒരിക്കലും നിർമ്മിച്ചു കൊടുക്കും ഇല്ല, അത് നമുക്ക് നമ്മളത് മാത്രം അല്ലേ. വേറെ പക്ഷെ ഇതേപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ട കൺസെപ്റ്റുകൾ ഡെവലപ്പ് ചെയ്ത് തരും. അടിപൊളി സംഭവമാണ് ഇവർ ചെയ്യുന്നത്. അതേപോലെ തന്നെ വളർന്നു വരുന്ന യുവ സംരംഭകരാണ്, അതായത് ചാടി നിൽക്കുന്ന ആളുകളാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. 24/7 ആണ്. അപ്പൊ ഞാൻ അവരോട് ആദ്യം തന്നെ അഗ്രിമെന്റ് വെച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ചിലപ്പോൾ രാത്രി 2 മണിക്കൊക്കെ വിളിക്കും അല്ലേ, നമ്മളെ ആപ്പിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ, വെബ്സൈറ്റിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ. അപ്പൊ അതിനൊക്കെ അവർ റെഡിയാണ്, വില്ലിംഗ് ആണ്. ഞാൻ വളരെയധികം ഹാപ്പിയാണ്, 100% ഹാപ്പിയാണ്. അതാണ്, ഇല്ലാതെ നമ്മളിത് വീഡിയോ എടുക്കില്ലല്ലോ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. നിങ്ങൾ വിളിച്ച് ഇവരെ കൺസെപ്റ്റ് എടുത്ത് ഇവരോട് മീറ്റിംഗ് നടത്തി നിങ്ങളെ ബഡ്ജറ്റ് ഒക്കെ നോക്കിയിട്ട് നിങ്ങൾ ചെയ്യും അല്ലേ? എന്താ വേറെ എന്തൊക്കെ സർവീസ് നമ്മളില്ലേ? നമ്മൾ മെയിൻലി ഇത് തന്നെയാണ്, ആപ്ലിക്കേഷൻസ്, വെബ്സൈറ്റ് ഡെവലപ്മെന്റ്, കസ്റ്റമൈസ് ചെയ്തിട്ട് നമുക്ക് ടെസ്റ്റ് ലെവലിലേക്ക് പോകാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ സോഫ്റ്റ്വെയർ ത്രൂ സപ്പോർട്ട് കൊടുക്കുന്നുണ്ടാവും. അത് എഡ്യൂക്കേഷൻ ആയിക്കോട്ടെ, ഇ കൊമേഴ്സ് ആവട്ടെ, കസ്റ്റം സൊല്യൂഷൻസ് ആവട്ടെ, അതൊക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ പറഞ്ഞ ടോട്ടൽ എക്സിന് അറ്റൻഡൻസ് ആൻഡ് പേറോൾ സിസ്റ്റം കൊടുക്കുന്നുണ്ട്, ERM സിസ്റ്റം വരുന്നുണ്ട്. അപ്പൊ ബിസിനസിനെ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് ഗ്രോ ചെയ്യാനുള്ള എല്ലാ സപ്പോർട്ടുള്ള സിസ്റ്റങ്ങൾ ഞങ്ങൾ ഓൺ ബിൽഡ് ചെയ്യുന്നുണ്ട്, പ്ലസ് കസ്റ്റമൈസ് ചെയ്ത് ചെയ്യുന്നു. ഇവരത്തെ ഈ തലയും ബുദ്ധിയും ഒക്കെ ഉണ്ടെങ്കിലും ബിസിനസ് ഓണർ ആയിട്ടുള്ള നിങ്ങളത്തെ ഐഡിയകൾ വേണം. അത് ഇവർക്ക് കൊടുത്താൽ അതിൽ ഇവർ വർക്ക് ചെയ്യും. ഞാൻ ഇപ്പൊ വേറൊരു ആപ്പിനുള്ള ഒരു ഐഡിയ ഇവർക്ക് കൊടുത്തിട്ടുണ്ട്, അത് ആരും ഇതുവരെ ചെയ്തിട്ടില്ല അല്ലേ. അപ്പൊ ഞങ്ങൾ അത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
അത് പുതിയൊരു ആപ്പ് നമുക്ക് ലോഞ്ച് ചെയ്യും. അത് വണ്ടിയുമായി ബന്ധപ്പെട്ട സംഭവമല്ല, അത് വേറെ സംഭവമാണ് അല്ലേ. അപ്പൊ അത് അത്തരം ഐഡിയകളിലെ ആളുകൾക്ക്, സംരംഭകർക്കും ഒക്കെ ഇവരെ ഉപയോഗപ്പെടുത്താൻ പറ്റും. ഇവരെ നമ്പറും കോൺടാക്ട് ഡീറ്റെയിൽസും ഒക്കെ താഴെ കൊടുക്കുന്നുണ്ട്. നമ്മളെ ആപ്പിന് എന്തെങ്കിലും ലാഗോ നിങ്ങൾക്ക് കയറിയിട്ട് കാണുന്നില്ലേ എന്തുണ്ടെങ്കിലും ആ നമ്പറിൽ വിളിച്ചിട്ട് ബുദ്ധിമുട്ട് അറിയിക്കണം അല്ലേ. നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ആളുകളൊക്കെ അവരെയും സപ്പോർട്ട് ചെയ്യാം. നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം പേജ് ഇല്ലേ? ഇൻസ്റ്റാഗ്രാം പേജ് അവിടെ താഴെ കൊടുക്കുന്നുണ്ട്, മെൻഷൻ ചെയ്യുന്നുണ്ട്, പോലെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. ഇനി എന്താ പറയാല്ലേ അല്ലേ. നമ്മളെ ആപ്പ് എവിടെ എത്തും? നെക്സ്റ്റ് ലെവലിലേക്ക് വേൾഡിൽ എല്ലാവരും ഉപയോഗിക്കണം. ഈ ആപ്പ് ഇപ്പൊ ഏതൊക്കെ രാജ്യത്ത് ഉപയോഗിക്കാം? ഇത് എല്ലാ രാജ്യത്തും ഉപയോഗിക്കാം. നിങ്ങൾ അമേരിക്കയിലാണോ, സൗദിയിലാണോ, ദുബായിലാണോ, ഖത്തറിലാണോ, അബുദാബിയിലാണോ, എവിടെയാണ്, മുംബൈയിലാണോ, ഡൽഹിയിലാണോ, എവിടെ ഇരുന്നിട്ടും സഫാരി കാർസിന്റെ ആപ്പ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇപ്പൊ രാത്രി 2 മണി 3 മണിയൊക്കെ ആകുമ്പോഴേ ആൾക്കാർക്ക് സഫാരി കാർസിൽ വിളിക്കാൻ പറ്റില്ല, ആരും ഫോൺ എടുക്കൂലല്ലോ. അപ്പൊ ഈ ആപ്പ് കയറി അതിൽ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഉണ്ടാവും. വാട്സപ്പ് പോയി മെസ്സേജും വോയിസ് ഒക്കെ അയച്ചിട്ടാൽ മതി. രാവിലെ നമ്മൾ ടീം റിപ്ലൈ കൊടുക്കും അല്ലേ. ഒരുപാട് കാര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. അപ്പൊ ഞങ്ങള് ദൈവത്തിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട്, നിങ്ങളോടും നന്ദി പറഞ്ഞുകൊണ്ട്, എല്ലാവരോടും നന്ദി പറഞ്ഞിട്ട്, നമ്മൾ ഓഡിയൻസിനോടും നന്ദി പറഞ്ഞിട്ട് നമ്മൾ ഈ ആപ്പ് ലോഞ്ച് ചെയ്തതായിട്ട്, ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു അല്ലേ. അപ്പൊ ഇത് ഞങ്ങൾ വലിയ പരിപാടിയാക്കാൻ നിന്നാണ്. ഇപ്പൊ ഞങ്ങൾ ചെറിയ പരിപാടിയിൽ ഒതുക്കി. പക്ഷെ പുലി പതുങ്ങുന്നത് കുതിക്കാനാണ് പറഞ്ഞ പോലെ ഞങ്ങളൊരു വൻ കുതിക്കല് വരുന്നുണ്ട് ഈ ആപ്പിൽ തന്നെ അല്ലേ. അപ്പൊ നമുക്ക് ഇത്രയും അടിപൊളിയായിട്ട് ഈ ആപ്പ് ഉണ്ടാക്കി തന്ന ടോട്ടൽ എക്സിന്റെ ടീമിനെ നമ്മൾ ഒന്ന് ആദരിക്കാൻ പോവാണ്, ചെറിയൊരു ഗിഫ്റ്റ് ഒക്കെ കൊടുത്തിട്ട് അല്ലേ. അപ്പൊ ഞാൻ അത്രയും ഹാപ്പി ആയതുകൊണ്ടാട്ടോ, നമുക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും ഇവർ തന്നിട്ടുണ്ട്. ഒരുപാട് സന്തോഷം, താങ്ക് യു. ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. നിങ്ങൾ ക്യാമറയിൽ അതിനകത്ത് നോക്കണ്ട, ഇവിടെ ഫംഗ്ഷൻ ആയിട്ട് തന്നെ ഒരുപാട് ആൾക്കാരുണ്ട്. ഞങ്ങൾ ഒറ്റക്കല്ല.